ഹലോ, ജൂബീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂട്ടോ. ഒരു 4 കപ്പ് വെള്ളം ഒരു പാത്രത്തിലെടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ മുളകും പൊടി, കാശ്മീരി ചില്ലി കേട്ടോ, എരിവൊന്നും ഉണ്ടാവില്ല. കുറച്ച് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഓരോ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് നമ്മൾ കഴുകി വെച്ച ചിക്കനെ, ഞാൻ ഇവിടെ ഒരു 500 ഗ്രാം ചിക്കൻ ഉണ്ട് കേട്ടോ, 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒരു അരമണിക്കൂർ മാക്സിമം വെക്കണം, എന്നാൽ ആ മസാലകളൊക്കെ ഒന്ന് പിടിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ 2 ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ്, ഓരോ കപ്പ് മൈദ 2 ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 1/2 കപ്പ് കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കേട്ടോ, ബേക്കിംഗ് പൗഡറാണ്. കുറച്ച്, ഒരുപാട് കൂടണ്ട. 1/2 ടീസ്പൂൺ കാശ്മീരി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം രണ്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയിട്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ കേട്ടോ. നല്ല, നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ രാത്രിയൊക്കെ നമുക്ക് എന്തെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രോസ്റ്റ് കേട്ടോ. ഒരു ചിക്കൻ ബ്രോസ്റ്റ്, KFC സ്റ്റൈലുള്ള ഒരു ബ്രോസ്റ്റ് കേട്ടോ. ചെറിയ പീസ് എടുക്കണം കേട്ടോ ചിക്കന്, ഒരു ഇടത്തരം പീസ്, വലിയ പീസ് എടുക്കരുത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. ഒരു ബൗളിലേക്ക് നമ്മൾ 2 മുട്ട പൊട്ടിച്ച് കുറച്ച് വെള്ളം ചേർത്തുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. കുറച്ചൊരു ലൂസാക്കി എടുക്കുക, നല്ലോണം ലൂസാക്കി എടുക്കരുത്, കുറച്ച് തിക്ക് വേണം. എന്നിട്ട് നമ്മൾ ചിക്കന് വെള്ളം കൂറ്റി കളഞ്ഞ് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് കുഴച്ച് വയ്ക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത ചിക്കന് അടുത്ത ബൗളിൽ നമ്മൾ മൈദയും കോൺഫ്ലവറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ബേക്കിംഗ് പൗഡർ കൂടാതെ നോക്കണേ, കുറച്ച് മതി കേട്ടോ, ചെറിയ ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. നമ്മൾ എത്രയാണോ ചിക്കൻ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ അതൊരു വേറൊരു ടേസ്റ്റ് വരും. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലായിട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്, നമുക്ക് ഏത് എണ്ണ ഉപയോഗിക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിലേറെ നല്ലത് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ അതായിരിക്കും കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളു വെന്ത് കിട്ടില്ല. ലോ ഫ്ലെയിമിലും പറ്റില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റ് കേട്ടോ. കുട്ടികൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ചിക്കൻ ഇല്ലാതെ ഇവർക്ക് പറ്റില്ല. അതുകൊണ്ട് ചിക്കൻ കൊണ്ട് എന്ത് വിഭവങ്ങളും പലതരത്തിലുള്ള ഞാൻ പരീക്ഷിച്ച് നോക്കും കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അവർ സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ചൂടോടുക്കനെ കഴിക്കണം കേട്ടോ, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. താങ്ക് യു.